അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, ഒരു വേറിട്ടൊരു സംഭവമാണത്. കിസ്വ കരുവാരകുണ്ട് പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് കമ്മിറ്റി, ശാബുദങ്ങൾ റിലീഫ് കമ്മിറ്റിയും സംയുക്തമായിട്ട് 70 കഴിഞ്ഞ കാരണന്മാർക്കുള്ള കിസ്വ പെരുന്നാൾ വസ്ത്ര വിതരണം അത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ താഴ്ഭാഗത്ത് നടന്നു. പഴയ കാല ഒരുപാട് പ്രായം ചെന്ന പഴയ കാല ഒരു പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തിച്ച പ്രവർത്തകർക്കുള്ള ഒരു നല്ല സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു വ്യത്യസ്തമായ ഒരു സംഭവമായിട്ട് തന്നെ കാണും. അത് പാണക്കാട് മൊയ്നലി ശാബുദങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി, സെക്രട്ടറി എം കെ മുഹമ്മദ് അലി, മണ്ഡലം സെക്രട്ടറി കോയിപ്പാടൻ ബാപ്പുട്ടി, നാണിത്തങ്ങൾ, റൌഫ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസീറ, അതുപോലെ തന്നെ റിലീഫ് കമ്മിറ്റീൻ്റെ ഒരു പ്രവർത്തകൻ മേലെടുത്ത് അയ്യൂബ് തുടങ്ങിയ ഒരുപാട് ആളുകൾ പങ്കെടുത്തു. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ചടങ്ങും അവർ പറയുന്ന ആ കാര്യങ്ങളും. മുസ്ലിയാരാകണം, അവിടെ നിന്നോട്ട് ലീഗ് ഇവിടെ ഇങ്ങനെ വളരുകയാണ്. ഇവിടെ വലിയ സംഘടനയാണ്. ഞാൻ നീട്ടി പറയുന്നില്ല. ഒരുപാട് ആളുകൾ മരിച്ചുപോയി. അബ്ദുള്ള ഫുഹാജിക്ക് മുമ്പ് ഈ പറഞ്ഞ ചേക്കുണ്യാജിയും മരക്കാർ സാഹിബും ഒരുപാട് ആളുകൾ മരിച്ചുപോയി. ഇപ്പോൾ ഈ അടുത്ത ദിവസം ചെറുമല അദ്വാക്ക കേമ്പുകുന്നത്ത് മരിച്ചുപോയി. ലീഗിന്റെ കൊടി പിടിച്ച് കിലോമീറ്ററുകൾ യാത്ര നടന്ന് യാത്ര ചെയ്ത് ലീഗ് കെട്ടിപ്പടുത്ത ആളുകളാണ്. അതിൽ അവശേഷിക്കുന്ന നമ്മുടെ ആളുകളാണ് ഇപ്പോൾ ഈ ഇരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒന്ന് വിളിച്ചു കൂട്ടുക എന്ന് ഞങ്ങൾ മാമാരി പറഞ്ഞല്ലോ, അതേപോലെ വിളിച്ചു കൂട്ടിയത്. നിങ്ങളോട് ഞങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങളൊക്കെ ഇപ്പോൾ പള്ളിയിലും വീടുകളിലുമായി വിശ്രമിക്കുന്ന ആളുകളാണ്. വലിയ സംഭവമൊന്നുമല്ല ഞങ്ങൾ തരുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പെരുന്നാൾ സമ്മാനം. അന്നത്തെ ദിവസം നമുക്കൊരു വെള്ളത്തുണിയും ഒരു വെള്ള ഷർട്ടും അത് ധരിച്ച് പള്ളിയിലേക്ക് പോകാൻ, ഈദ് നിസ്കാരത്തിന്, പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകാൻ വസ്ത്രം തരാം. അത് ഞങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടി ഒരുക്കൂട്ടുമ്പോൾ എന്തെങ്കിലും ഒന്ന് തരണല്ലോ. നോമ്പ് തുറക്കാൻ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഈത്തപ്പഴം കൊടുക്കുന്നത് പോലെ അത്ര കൂട്ടിയാൽ മതി. ചെറിയ സംഭവം. പക്ഷേ ഞങ്ങൾ അത് കാണുന്നത് ഈ ഒരുമിച്ച് കൂടലാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടേണ്ട, ചേർത്ത് പിടിക്കേണ്ട കാലഘട്ടമാണ്. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പാർട്ടിയും ഈ പ്രസ്ഥാനവും ഈ രാജ്യത്ത് നിലനിൽക്കണം. രാജ്യത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും മതമില്ലാത്ത ജീവനുകളും പ്രശ്നങ്ങളും പ്രവാസങ്ങളും ലഹരിയും മാഫിയകളും ഒക്കെയായി നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി ഈ സമുദായം വേണം. നമുക്ക് ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഈ പ്രസ്ഥാനം നിലനിൽക്കണം. ഇവിടെ ദീന് നിലനിൽക്കണം. ദീനും ലീഗും നിലനിൽക്കണം. അതിനുവേണ്ടി നിങ്ങളൊക്കെ പ്രവർത്തിക്കണം. നിങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ, ഞങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് കോഴ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പോയ അത് കൊണ്ടു നടന്ന് അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ 40 വർഷത്തിന്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു വരുന്ന മണ്ണാണ്. അതുപോലെ തന്നെ കൃഷിയാണെങ്കിലും, അതുപോലെ ഇവിടുത്തെ വ്യാപാരത്തിലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടും ചിന്തകളും ഒക്കെ ആയിട്ടുള്ള മാറ്റങ്ങൾ, പ്രവർത്തനങ്ങൾ ഒക്കെ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാങ്ക് സിസ്റ്റം, അതുപോലെ തന്നെ സഹകരണ ഹോസ്പിറ്റലിന്റെ പുതിയ കെട്ടിടം തുടങ്ങിയിട്ടുള്ള പല സംരംഭങ്ങളും, അതുപോലെ തന്നെ കെ ടി മാനു മുസ്ലിയാരുടെ സ്ഥാപനം, ഇങ്ങനെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ട് അതിനെ എത്രത്തോളം മെച്ചപ്പെടുത്താൻ പറ്റും അത്രത്തോളം മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു ഒരുമയുണ്ട്, ഒരുമിച്ച് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. അതൊക്കെ ഈ ചുറുചുറുക്കുള്ള ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഈ മഹാന്മാരായിട്ടുള്ള ചുറുചുറുക്കുള്ള കാരണവന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇതൊക്കെ ഇത്രയും ഭംഗിയിലും അതുപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ നിങ്ങൾ ഇരിക്കുന്നിടത്താണ് ഇരിക്കേണ്ടത്. നിങ്ങൾ ഇവിടെയാണ് ഇരിക്കേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. കാരണം നമ്മളെക്കാളും കൂടുതൽ പരിചയവും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംസാരിക്കേണ്ടത്. നമ്മൾ കേൾവിക്കാരായിട്ട് ഇരിക്കേണ്ട ആളുകളാണ്. അപ്പം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും, ഉപദേശങ്ങൾ നൽകാനുണ്ടാവും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ മനസ്സിലാക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയത്. കാരണം ഓരോ തലമുറക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ, അത് പുതിയ തലമുറയിലുള്ള ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ കമ്മിറ്റിയിലുള്ള ആളുകളൊക്കെ ആ ഒരു പശ്ചാത്തലത്തിൽ ആത്മാർത്ഥതയും അതുപോലെ തന്നെ സത്യസന്ധതയും അതുപോലെ തന്നെ ഒരുമയും കൂട്ടായ്മയും ഒക്കെ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടത്.
കാരണം നമ്മൾ ചില ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ കാരണവന്മാരൊക്കെ ഉണ്ടാവും, പക്ഷെ അധികം വാലായിരിക്കും കൂടുതൽ പ്രവർത്തിക്കുക. അപ്പൊ തലയുണ്ടാവുമ്പോൾ വാലാടുന്നൊരു സാഹചര്യം ഇല്ലാത്ത കാലഘട്ടമായിരിക്കാം 40 വർഷം. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നത്. അപ്പൊ എപ്പോഴും നമ്മുടെ കാരണവന്മാര്, ചുറുചുറുക്കുള്ള കാരണവന്മാരുടെ അവരുടെ ശിക്ഷണത്തിൽ കൃത്യമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്താൽ ഇനിയും ഇത് മുന്നോട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് വേണ്ടത് ഒരുമയാണ്. കൂടുതലായിട്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മൾ ആരെയും മാറ്റി നിർത്തിയിട്ടുള്ള പ്രവർത്തിക്കാൻ പാടില്ല. പരമാവധി പല ആളുകൾക്കും തെറ്റുപറ്റുകൾ പറ്റും, കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ക്ഷമിച്ചും കണ്ടും പുറത്തുമൊക്കെ എല്ലാവരെയും പരമാവധി ഒരുമിച്ച് നിർത്തി, നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം, ഇവിടെ ഭരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുമയാണ്, അതുപോലെ തന്നെ കൂട്ടിപ്പിടിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു കൊടക്കിയിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ 40 വർഷം നിങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിച്ചെങ്കിലും അതൊന്നും ഒരു യുദ്ധത്തും ഈമാനുമില്ലാത്ത പ്രവർത്തനമായിരുന്നു എന്ന തിരിച്ചറിവ് അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്, എന്നും ഉണ്ടാവും. അതെല്ലാം കാരണം ഈ ഇരിക്കുന്ന കാരണവന്മാരുടെ എല്ലാം പ്രാർത്ഥനകളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ കിട്ടിയ ഈ അനുഗ്രഹത്തിൽ 1000 പ്രാവശ്യം അള്ളാഹുവിനോട് സ്തുതിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം